Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിലെ ഇൻ ക്യോട്ടോ ആൻഡ് ദി ഓൾഡ് പോണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ജപ്പാനീസ് ഹൈക്കു പോയറ്റായിട്ടുള്ള മത്സുവോ ബാഷോ എഴുതിയിട്ടുള്ള 2 ഹൈക്കു പോയംസ് ആണ്. നമ്മളിവിടെ ആ പോയംസിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയംസ് നോക്കാം. ഇൻ ക്യോട്ടോ എന്ന് പറയുന്നത് ജപ്പാനിലൊരു സ്ഥലമാണ്. അവിടെ വളരെ സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും പ്രാധാന്യമുള്ളൊരു സ്ഥലം. അവിടെ വെച്ചിട്ട് ഹിയറിംഗ് ദ കുക്കു, അവിടെ പോയിട്ട് കുക്കുവിൻ്റെ, അതായത് കുയിലിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഐ ലോങ് ഫോർ ക്യോട്ടോ, അത് കേട്ടുകൊണ്ട് പോയിട്ട് ചിന്തിക്കുന്നത് ക്യോട്ടോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് ആ സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ പോയിട്ടിനുള്ളത്. ഇവിടെ നമുക്കൊരു വൈരുദ്ധ്യം കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം യഥാർത്ഥത്തിൽ ആ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്, പക്ഷേ ആ സ്ഥലത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു നൊസ്റ്റാൾജിയാണ്. നമുക്കറിയാം, നമ്മുടെയും ചെറുപ്പത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ പോയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിട്ടുള്ള അനുഭവം തന്നെ നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. അവിടെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ആ രീതിയിൽ ഒരു നൊസ്റ്റാൾജിയാണ് ഈ പോയത്തിൽ പങ്കുവയ്ക്കുന്നത്. ദി ഓൾഡ് പോണ്ട്, പഴയൊരു കുളം. അവിടെ ഒരു 3 ഹൈഫൺ കാണാം നമുക്ക്. അവിടെ സൈലൻസ് ആണ് സൂചിപ്പിക്കുന്നത്. എ ഫ്രോഗ് ജംപ്സ് ഇൻ, ഒരു തവള അതിലേക്ക് ചാടുന്നു. സൗണ്ട് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ശബ്ദം. ഇവിടെ ഈ ഓൾഡ് പോണ്ട് അതിൻ്റെ ഒരു നിശബ്ദത ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രകൃതിയുടെ ഒരു നിശ്ചലമായിട്ടുള്ള നിത്യമായിട്ടുള്ള അവസ്ഥയാണ്. അവിടെ ഒരു മാറ്റങ്ങളില്ലാതെ അതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ള ഒരു അർത്ഥമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ചെറിയൊരു ഹൈക്കു പോയം എന്നുള്ള രീതിയിൽ പല രീതിയിൽ നമുക്കിനി വ്യാഖ്യാനിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത വരുന്നു. ആ ചിന്തയുടെ അലയൊലികൾ അവിടെ കേൾക്കുന്നു. അങ്ങനെയുള്ള പല രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ബാഷോ നോൺ ഫോർ? ഇനി ഇദ്ദേഹം എന്തിൻ്റെ പേരിലാണ് പ്രശസ്തനായിട്ടുള്ളതാണ് ചോദ്യം. മത്സുവോ ബാഷോ ഈസ് റിനൗൺഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ഹൈക്കു പോയട്രി ആൻഡ് ഹിസ് ട്രാവലോഗ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യം തന്നെ പ്രസിദ്ധനായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഹൈക്കു കവിതകളുടെ പേരിലാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ട്രാവലോഗും പ്രശസ്തമാണ്. ദ നാരോ റോഡ് ടു ദി ഇൻറ്റീരിയർ എന്നാണ് ആ ട്രാവലോഗിൻ്റെ പേര്. വിച്ച് എലിവേറ്റഡ് ഹൈബൂൺ ആസ് എ ലിറ്റററി ഫോം. അതിനകത്താണ് അദ്ദേഹം ഹൈബൂൺ എന്ന് പറയുന്ന ഒരു ലിറ്റററി ഫോം കൊണ്ടുവരുന്നത്. അതായത് ആ ട്രാവലോഗിനകത്ത് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടൊരു ഹൈക്കു അതിൻ്റെ അവസാനം എഴുതുക എന്നുള്ള രീതിയാണ്. അങ്ങനെ ഹൈബൂൺ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടും അദ്ദേഹം പ്രശസ്തനാണ്. നെയിം 2 പോയിറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബാഷോ. ഇനി ഇദ്ദേഹത്താൽ ഇൻസ്പയർ ചെയ്യപ്പെട്ടിട്ടുള്ള 2 കവികളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. 2 പോയിറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബാഷോ ആർ യോസ ബുസോൺ ആൻഡ് കൊബയാഷി ഇസ, ഹു കണ്ടിന്യൂ ടു ഷേപ്പ് ആൻഡ് ഡെവലപ്പ് ദ ഹൈക്കു ട്രഡീഷൻ ഇൻ ദെയർ ഓൺ യുണീക്ക് സ്റ്റൈൽസ്. ജപ്പാനിലെ തന്നെ 2 കവികളാണ്. അവർ ഇദ്ദേഹത്തെ പോലെ ഹൈക്കു കവിതകൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. വാട്ട് ഡസ് ദ കുക്കു സിംബലൈസ്? ഇനി എന്താണ് ഈ കുയിൽ സിംബലൈസ് ചെയ്യുന്നത്? The cuckoo in Basho's poetry often symbolizes the transient nature of life and the changing seasons. ജീവിതത്തിൻ്റെ ഒരു നശ്വരതയും അതുപോലെ തന്നെ മാറ്റങ്ങൾ കടന്നു വരുന്നതുമാണ് അവിടെ സിംബലൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് അതേ സ്ഥലത്തിന് വേണ്ടി തന്നെ ആഗ്രഹിക്കുന്നത്. എംഫസൈസിങ് തീംസ് ഓഫ് ഇംപെർമനൻസ്, അതായത് ജീവിതത്തിലൊന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൊരു തീമാണ് അവിടെ വരുന്നത്. വാട്ട് ഈസ് ദ സിംബോളിസം ഓഫ് ദി ഏൻഷ്യൻറ്റ് പോണ്ട്? രണ്ടാമത്തെ കവിതയിലെ ആ കുളം എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ദി ഏൻഷ്യൻറ്റ് പോണ്ട് ഇൻ ബാഷോസ് ദി ഓൾഡ് പോണ്ട് ഈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചേഴ്സ് ടൈംലെസ് ആൻഡ് അൺചേഞ്ചിങ് ക്വാളിറ്റീസ്. അതായത് പ്രകൃതി ഇങ്ങനെ നിശ്ചലമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ നിശബ്ദമായിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഇൻവൈറ്റിംഗ് കണ്ടംപ്ലേഷൻ ഓൺ ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, ജീവിതത്തിൻ്റെ ചാക്രികമായിട്ടുള്ളൊരു സ്വഭാവം. അവിടെ ഒരു ഫ്രോഗ് വന്നു, അതവിടെ വന്ന് ശബ്ദം ഉണ്ടാക്കി, അതിനുശേഷം ആ ശബ്ദം പോയി എന്നുള്ള രീതിയിൽ പ്രകൃതി ഇങ്ങനെ നിശ്ചലമായും നിശബ്ദമായും നിൽക്കുകയാണെന്നുള്ള സിമ്പലാണ് അവിടെ തരുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് എ ഹൈക്കു? എന്താണ് ഒരു ഹൈക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്ട്രക്ചർ,
ഹൈക്കു ഈസ് എ കൺസൈസ് 3-line ജപ്പനീസ് പോയിട്രി ഫോം. ഹൈക്കു എന്ന് പറയുന്നത് വളരെ ചെറിയ 3 വരികൾ മാത്രമുള്ള ജപ്പാനിൽ ഉത്ഭവിച്ചിട്ടുള്ള ഒരു കവിതയുടെ രീതിയാണ്. സിലബിൾ പാറ്റേൺ ഫോളോസ് എ ഡിസിപ്ലിൻഡ് 5-7-5 സിലബിൾ സ്ട്രക്ചർ. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യത്തെ വരിയിൽ 5 സിലബിൾ, രണ്ടാമത്തെ വരിയിൽ 7 സിലബിൾ, മൂന്നാമത്തെ വരിയിൽ വീണ്ടും 5 സിലബിൾ എന്നുള്ള രീതിയിലാണ്. നേച്ചർ ഫോക്കസ് ടിപ്പിക്കലി ക്യാപ്ചേഴ്സ് എ മൊമെൻ്റ് ഇൻ നേച്ചർ ഓർ ഹ്യൂമൻ എക്സ്പീരിയൻസ്. സാധാരണഗതിക്ക് ഇതിൻ്റെ തീംസ് ആയിട്ട് വരുന്നത് പ്രകൃതിയിലുള്ള ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മനുഷ്യ അനുഭവത്തിൻ്റെ ഒരു നിമിഷം എന്നുള്ളതൊക്കെയാണ്. ബ്രെവിറ്റി ആൻഡ് പ്രൊഫോണ്ടിറ്റി. ഡിസ്പൈറ്റ് ഇറ്റ്സ് ബ്രെവിറ്റി ഹൈക്കൂസ് കൺവേ പ്രൊഫൗണ്ട് ഇമോഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. ഇനി വളരെ ചെറിയ കവിതകളാണെങ്കിലും 3 വരികൾ മാത്രമേ ഉള്ളൂ എങ്കിലും വളരെ വലിയ അർത്ഥങ്ങളും അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസൊക്കെ ഈ കവിതകൾ കൺവേ ചെയ്യാറുണ്ട്. എക്സ്പ്ലെയിൻ നൊസ്റ്റാൾജിയ ആസ് ആൻ ഇമ്പോർട്ടൻ്റ് തീം ഇൻ ക്യോട്ടോ. ഇനി ഇൻ ക്യോട്ടോ എന്ന് പറയുന്ന കവിതയിൽ നൊസ്റ്റാൾജിയ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ ലോങ്ങിങ്. ഇൻ ക്യോട്ടോ എക്സ്പ്രസസ് ബാഷോസ് നൊസ്റ്റാൾജിയ ഫോർ ദ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ക്യോട്ടോ. ഒന്ന് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. അതായത് ജപ്പാനിൽ വളരെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ക്യോട്ടോ. അതുകൊണ്ട് ആ ചരിത്രത്തിനോടുള്ള ഒരു ലോങ്ങിങ് ആണ്, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് അവിടെ ആഗ്രഹിക്കുന്നത്. കൾച്ചറൽ റിച്ച്നെസ്. ദ പോയം റിഫ്ലക്ട്സ് എ ഏണിംഗ് ഫോർ ദ കൾച്ചറൽ വെൽത്ത് ഓഫ് ദ സിറ്റി. അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ആ സംസ്കാരത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്, അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ഇമോഷണൽ ഡെപ്ത്. ബാഷോസ് വേഴ്സ് സ്റ്റാൻഡ്സ് ഇൻ ദ മോർ ഡിസ്ക്രിപ്ഷൻ ഇമേഴ്സിങ് ദ റീഡർ ഇൻ ദി ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ലോങ്ങിങ്. ഇനി ലോങ്ങിങ് ആണ് അവിടെ തീമായിട്ട് വരുന്നത്. അതായത് ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുക എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അത് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അതേ സ്ഥലത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ കവിതയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നൊസ്റ്റാൾജിയാണ് അവിടെ ഒരു തീമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൗ ഡസ് ബാഷോ ബ്രേക്ക് അവേ ഫ്രം ട്രഡീഷൻ ഇൻ ദി ഓൾഡ് പോണ്ട്. ഇനി ദി ഓൾഡ് പോണ്ട് എന്ന കവിതയിൽ അദ്ദേഹം എങ്ങനെയാണ് പരമ്പരാഗതമായിട്ടുള്ള എഴുത്ത് രീതിയിൽ നിന്ന് വ്യതിചലിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർഡിനറി ഫോക്കസ്. ദി ഓൾഡ് പോണ്ട് ഡിപ്പാർട്സ് ഫ്രം ട്രഡീഷണൽ ഗ്രാൻഡ് തീംസ് ഫോക്കസിങ് ഓൺ എ സിമ്പിൾ സീൻ എ ഫ്രോഗ് ഇൻ എ പോണ്ട്. ഒന്ന്, അദ്ദേഹം അതിൻ്റെ ഒരു സീനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കുളവും ഒരു തവളയും എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ കവിതകളിൽ ഉണ്ടാകുന്ന ഗ്രാൻഡ് ആയിട്ടുള്ള തീമുകൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല. ആ രീതിയിൽ ട്രഡീഷണൽ എന്നുള്ളൊരു വ്യതിചലനമായിട്ട് നമുക്കത് കാണാൻ വേണ്ടി കഴിയും. സിംപ്ലിസിറ്റി ഓവർ ഓർണേറ്റ്നെസ്. ബാഷോ ഓപ്റ്റ്സ് ഫോർ സിംപ്ലിസിറ്റി ഓവർ ഓർണേറ്റ് ഡിസ്ക്രിപ്ഷൻസ്, എ ഡിപ്പാർച്ചർ ഫ്രം ട്രഡീഷണൽ ഹൈക്കു സ്റ്റൈൽസ്. രണ്ടാമത് അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വളരെ ആലങ്കാരികമായിട്ടുള്ള ഭാഷയാണ് നമ്മൾ സാധാരണ കവിതകളിൽ കാണുന്നത്. അപ്പോൾ അത് പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നിന്നുള്ള വ്യതിചലനമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. Present moment significance. By capturing the profound in the ordinary, Basho reshapes the expectations of haiku, emphasizing the beauty and the significance of the present moment. അടുത്തത് പറയുന്നത് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ തീമുകളോ അല്ല അവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതത്തിലെ ചെറിയൊരു നിമിഷത്തെയാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് കൂടി പരമ്പരാഗതമായിട്ടുള്ള എഴുത്ത് രീതിയിൽ നിന്നൊരു വ്യതിചലനമാണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. കമൻറ്റ് ഓൺ ബാഷോസ് കോൺട്രിബ്യൂഷൻ ടു വേൾഡ് പോയട്രി. വേൾഡ് പോയട്രിക്കുള്ള ഇദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈക്കു അഡ്വാൻസ്മെൻറ്റ്. ബാഷോ സിഗ്നിഫിക്കൻ്റ്ലി അഡ്വാൻസ് ദ ഹൈക്കു ഫോം, എംഫസൈസിങ് ബ്രെവിറ്റി ആൻഡ് നേച്ചർ. ഹൈക്കു എന്നുള്ള കവിതാ രീതി ഇദ്ദേഹം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. അതിനകത്ത് വളരെ കുറച്ച് വരികൾ മാത്രമുള്ള പ്രകൃതിയെ ഫോക്കസ് ചെയ്യുന്ന കവിതകളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായിട്ട് വരുന്നത്. എലവേറ്റഡ് ഹൈബോൺ. ത്രൂ ദ നാരോ റോഡ് ടു ദി ഇൻറ്റീരിയർ ഹി എലവേറ്റഡ് ഹൈബോൺ, കമ്പൈനിങ് പ്രോസ് ആൻഡ് ഹൈക്കു ഇൻ എ കമ്പല്ലിംഗ് നരേറ്റീവ്. അടുത്തതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന ഹൈബൂൺ ആണ്. അതിനകത്ത് പ്രോസും ഹൈക്കുവും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ്. അതായത് ഒരു ലേഖനം എഴുതിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കു കൂടെ അതിൻ്റെ കൂടെ എഴുതി ചേർക്കുന്നതാണ്. അത്തരത്തിൽ ഹൈബൂൺ എന്ന് പറയുന്നൊരു ലിറ്റററി ഫോം കൂടി അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ട് വരുന്നതാണ്. ഗ്ലോബൽ ഇൻഫ്ലുവൻസ്.
Basho's impact extends globally, inspiring poets to appreciate simplicity and find beauty in ordinary moments. ഇനി ലോകവ്യാപകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടും ഇദ്ദേഹത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടും ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടും മറ്റ് കവികളും ഇതുപോലെ തന്നെ ഓർഡിനറി ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫിലോസഫിക്കൽ ഡെപ്ത്. ഹിസ് എക്സ്പ്ലോറേഷൻ ഓഫ് impermanence in haiku themes has left a lasting mark on the philosophical underpinnings of world poetry. അടുത്ത ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഫിലോസഫിയാണ്, അതായത് ഇംപെർമനൻസ്. ജീവിതത്തിൽ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പൊതുവായിട്ടുള്ളൊരു ഫിലോസഫിക്കൽ മെസ്സേജായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതും അദ്ദേഹത്തിൻ്റെ വേൾഡ് പോയട്രിക്കുള്ളൊരു സംഭാവനയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.